എങ്ങനെയായിരുന്നു സെറ്റിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു? ധർമ്മജൻ ചേട്ടൻ കഥകൾ പറയുമായിരുന്നു, എങ്ങനെയായിരുന്നു സെറ്റില്? ഞാൻ അങ്ങനെ വിചാരിച്ചു പോയത് ഭയങ്കര നല്ല ജില്ലായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ളത് ഇവരെ ഒരു എന്താ പറയണ്ടേ, രമേശ് ചേട്ടനും ധർമ്മജൻ ചേട്ടനും തമ്മിൽ ആ ഒരു കുറെ കോമ്പിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ അനുഭവിച്ച ഒരാളാണ്. അപ്പം അങ്ങനെ പോയ സമയത്ത് ചേട്ടൻ്റെ പുള്ളിലെ ഫസ്റ്റ് ഷോട്ട് ആ തറവാട്ടിലായിരുന്നു. അപ്പം അതെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ പൊതുവേ നമ്മൾ കേൾക്കില്ലേ ഈ വില്ലന്മാരെല്ലാം ഭയങ്കര പാവവും കോമഡി ചെയ്യുന്നതെല്ലാം ഭയങ്കര സീരിയസ് ആണെന്ന് കേട്ട പോലെ അങ്ങനെ തന്നെ അതിന് ഭയങ്കര തമാശയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനുണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഭയങ്കര ടേക്ക് കെയർ ചെയ്ത് പോയത് ചേട്ടാ, മോളെ അങ്ങനെ അങ്ങനെയെല്ലാം ഭയങ്കര കെയർ ചെയ്ത് നല്ല. ഞാൻ വിചാരിച്ചു അങ്ങനെ സംസാരിക്കൊന്നും ചെയ്യില്ലായിരിക്കും, എനിക്കിങ്ങനെ പേടിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ നിന്ന്. മോളെ വാ, ഇത് ഇങ്ങോട്ട് വീട് നിൽക്ക്, ഇത് എവിടെ വന്നാലേ അത് കാണൂ അങ്ങനെ പറഞ്ഞ് ഇത്ര സീനിയർ ആയാലും ഇരുത്തി ഇങ്ങനെ ഞാൻ ഇത് പറയുന്നതല്ലേ. എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ വന്നിട്ട് അല്ല ഞാൻ അങ്ങനെയല്ല, എന്റെ കാര്യമില്ല എനിക്ക് പറയാൻ പറ്റുമോ. ഞാൻ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ ഉണ്ടാവുമോന്ന് എനിക്കറിയില്ല. എന്നാലും അപ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ല എക്സ്പീരിയൻസ്. എനിക്ക് മോശമായിട്ട് ഒരു ഡയറക്ടർ സാറിൻ്റെ അടുത്ത് പോലും അത് പിന്നെ സിദ്ദിഖ് സാറിൻ്റെ കൂടെ ത്രൂ ഔട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ സിദ്ദിഖ് സാറിന് ആ ഒരു കുറച്ച് 2-3 ആ ഒരു ദിവസം അല്ലേ സാർ, 2 ദിവസം കണ്ടതെങ്കിലും ആ ഒരു കുറേ ഇതുപോലെ കുറേ ഇൻ്റർവ്യൂകളിലെല്ലാം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അനുഭവിച്ചു. പക്ഷെ ബാക്കിയുള്ള എൻ്റെ സീനിലെല്ലാം ഞാൻ അനുഭവിച്ച ആ ഒരു അതേ ഒരു ഇത് കിട്ടിയത് എനിക്ക് നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ എടുക്കുന്നതാണ്. ആ ഒരു നേരത്തെ ധർമ്മജൻ ചേട്ടൻ ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്ത് ചന്ദനം അങ്ങനെ എന്തോ ഒരു എന്താ പറഞ്ഞില്ലേ, അതുപോലെ ആ ഒരു വൈബ് അതേപോലെയായിരുന്നു നൗഷാദ് സാറും. അത് എന്തായാലും നമ്മളോട് പഴക്കൊന്നും ഞാൻ ആ സെറ്റിൽ കേൾക്കുന്നേ ഇല്ല. എല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെയെല്ലാം ഭയങ്കര സൈലന്റ് ആയിട്ട് പറയെല്ലാം ചെയ്യുന്നല്ലേ. ആരും ഉപദ്രവമായ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹത്തോടു കൂടിയായിരുന്നു. അവിടെ ബഹളം ഉണ്ടാക്കണേ എന്തിനാണ് ഈ സിനിമ സെറ്റിന് വേണ്ടി ബഹളം? ഒച്ചപ്പാടല്ലേ ഇങ്ങനെ പതുക്കെ മതി. അതെ, ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ചെയ്യണ പ്രവൃത്തിയാണ് ചെയ്താൽ മതി. അതിന് ഇത്രപ്പെടുത്ത ഒച്ചപ്പാടും വെള്ളം വേണ്ട. ഓരോരോ പണി അങ്ങനെ ചെയ്താൽ മതി. അതിന് ഇത്രപ്പെടുത്ത ഒച്ചപ്പാടൊന്നും വേണ്ട. ഇവള് പറഞ്ഞ പോലെ ഇവളിപ്പോ വരുമ്പോ ഇവള് അഭിനയിക്കാൻ 1-2 സിനിമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ നിൽക്ക്, അവിടെ ക്യാമറ, ഇവിടെ നിന്ന് മറിഞ്ഞു പോവും, അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആയി പോവും, ഡയറക്ടർ പറഞ്ഞത് നിൽക്ക്. ഇപ്പോഴത്തെ ഒരു തലമുറയിലുള്ള പിള്ളേരൊക്കെ ഇല്ലേ, പുതിയ സംവിധായകരാണെങ്കിലും പഴയ സംവിധായകരാണെങ്കിലും ഒരാളും അങ്ങനെ ഒരാളും ചൂടാകും കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ചീത്ത പറയുമെന്നും അങ്ങനെയൊക്കെ പറയുന്നു. ആരും അങ്ങനെയൊന്നും പറയണത് എൻ്റെ ഒന്നും അറിയാൻ പറ്റില്ല. നിന്റെ അനുഭവത്തിലുണ്ടോ? നിന്റെ അനുഭവത്തിലുണ്ടോ? ചെയ്തതിലൊന്നും ഇങ്ങനെയൊന്നും ആരും ഇല്ല. അത് ചെയ്ത് എടാ അങ്ങനെ ഒന്നും കൂടി ചെയ്യൂ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. നമുക്കൊരു പീഡിപ്പിക്കേണ്ട വ്യവസായമല്ല സിനിമ. ആൾക്കാർ സിനിമേനെ ഭയങ്കര ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കലുമല്ല. വളരെ എനിക്ക് പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും സ്വതന്ത്രമായി വിന്യസിക്കാവുന്നൊരു സംഭവമാണ് സിനിമ. പിന്നെ സിനിമ ഇത്ര പോപ്പുലർ മീഡിയ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ അറിയപ്പെടുന്നത്. എല്ലാ മേഖലയിലും ഇതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു മുളക് പൊടി കമ്പനിയിലാണെങ്കിലും ഇതുണ്ടാവും.